ഹായ്, വെൽക്കം ടു കോഡ് യുറേക്ക. ഇന്ന് നമ്മൾ നോക്കുന്നത് SEO ഡിഫിക്കൽറ്റിയെ പറ്റിയാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതെന്ന് വെച്ചാൽ നമ്മളൊരു കീവേഡ് സെലക്ട് ചെയ്യാനായിട്ട് പഠിച്ചു. നമ്മളിപ്പോൾ ഒരു വെബ്സൈറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു വെബ്സൈറ്റ് നമ്മൾ ഇത് എക്സാമ്പിൾ ഈ ഒരു വെബ്സൈറ്റ് നമുക്ക് SEO ചെയ്യാനായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്ന ഓരോ പേജും നമ്മൾ അനലൈസ് ചെയ്യുന്ന പഠിച്ചു. അനലൈസ് ചെയ്തതിന് ശേഷം ഇവരെന്താണ് ചെയ്യുന്നത്, ഓരോ പേജിൽ എന്താണ് കണ്ടന്റ് ഉള്ളത്, അതിന് റിലവന്റ് ആയിട്ടുള്ള നമ്മളൊരു പ്രൈമറിയും ഒരു സെക്കൻഡറിയും കീവേഡ് സെലക്ട് ചെയ്യുന്നു പഠിച്ചു. അതെങ്ങനെയായിരുന്നു? അത് നമ്മൾ നേരെ ഗൂഗിൾ ആഡ്സിൽ പോകുന്നു. ഗൂഗിൾ ആഡ്സിന്റെ സൈറ്റ് ആണിത്. നമ്മൾ ഗൂഗിൾ കീവേഡ് പ്ലാനർ, ഗൂഗിൾ കീവേഡ് പ്ലാനർ എന്ന് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നു. അപ്പൊ നമ്മൾ നേരെ അവരുടെ സൈറ്റിലേക്ക് പോകുന്നു. അതിനുശേഷം സൈൻ ഇൻ ചെയ്തു. സൈൻ ഇൻ ചെയ്തതിന് ശേഷം എന്തായിരുന്നു ചെയ്യുന്നത്? കൊടുക്കുക ഗൂഗിൾ വെച്ചിട്ട് നമ്മളത് ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്യുമ്പോൾ നമുക്കൊരു ഹോം സ്ക്രീൻ കിട്ടും. ഇവിടെ നമ്മൾ ഡിസ്കവർ ന്യൂ കീവേഡ്സ് നമ്മൾ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ 10 കീവേഡ് വരെ നമുക്ക് കൊടുക്കാൻ പറ്റും. അതിനുശേഷം URL ഒന്നും കൊടുക്കണം. അതിനുശേഷം ഗെറ്റ് റിസൾട്ട് കൊടുക്കുക. എക്സാമ്പിൾ സോഫ്റ്റ്വെയർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ കൊച്ചി. ഇതുപോലെ നമുക്ക് 10 കീവേഡ് വരെ കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഗെറ്റ് റിസൾട്ട് കൊടുക്കും. അപ്പൊ നമുക്ക് ഇവിടെ അതിന്റെ റിസൾട്ട് കിട്ടും. അപ്പൊ എന്താണ് ഓരോ ഇതിന്റെ നമുക്ക് ഓരോ കീവേഡിന്റെയും മന്ത്ലി ആവറേജ് സെർച്ചസ് ആണ് 100 to 1K. അതിനുശേഷം നമ്മൾ ഈ കോമ്പറ്റീഷൻ. അപ്പൊ നമ്മൾ 2 കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. ഈ കീവേഡ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഇതിന്റെ സെർച്ച് വോളിയവും ഡിഫിക്കൽറ്റി, കോമ്പറ്റീഷൻ അഥവാ ഡിഫിക്കൽറ്റി എന്ന് പറയും, ഇത് ലോ ആയിരിക്കണം. കോമ്പറ്റീഷൻ ലോ ആയിരിക്കണം. കോമ്പറ്റീഷൻ അഥവാ ഡിഫിക്കൽറ്റി ലോ ആയിരിക്കണം. നമ്മുടെ സെർച്ച് വോളിയം ഏറ്റവും കൂടുതലായിരിക്കണം. ഏറ്റവും കൂടി നിൽക്കുന്ന സെർച്ച് വോളിയം ആയിരിക്കണം. ലോ വോളിയം ആയിരിക്കണം. അത് നമ്മൾ ഒരു എക്സലിലോട്ട് നോട്ട് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ സെർച്ച് ഡിഫിക്കൽറ്റി ലോ അല്ലെങ്കിൽ അതിന്റെ ഒരു സ്കോർ കാണിക്കും. ചില ടൂളുകൾ സ്കോർ ആയിരിക്കും കാണിക്കുന്നത്, ചിലത് ലോ അല്ലെങ്കിൽ ഹൈ, മീഡിയം എന്ന് പറഞ്ഞ് കാണിക്കും. നമ്മൾ എപ്പോഴും ലോ സെലക്ട് ചെയ്യാം. അപ്പൊ ഈ കോമ്പറ്റീഷൻ ലോ ആയിട്ട് നിൽക്കുന്നത് നമുക്ക് റാങ്ക് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. കോമ്പറ്റീഷൻ ലോ ആയിരിക്കണം. സെർച്ച് വോളിയം അത്യാവശ്യം ഉണ്ടായിരിക്കണം. കോമ്പറ്റീഷൻ, ഈ 3 ഫാക്ടറാണ് നമ്മൾ ഒരു കീവേഡ് സെലക്ട് ചെയ്യുമ്പോൾ നോക്കുന്നത്. നമ്മുടെ ഈ റിലവന്റ് ആയിട്ടുള്ള കീവേഡ്, അതായത് നമ്മുടെ ബിസിനസ്സുമായിട്ട്, നമ്മൾ SEO ചെയ്യാൻ പോകുന്ന ബിസിനസ്സുമായിട്ട് റിലവന്റ് ആയിരിക്കണം നമ്മുടെ കീവേഡ്. അതിന് അത്യാവശ്യം സെർച്ച് വോളിയം ഉണ്ടായിരിക്കണം. അതിന്റെ SEO ഡിഫിക്കൽറ്റി എന്ന് പറയുന്നത് ലോ ആയിരിക്കണം. ഇപ്പൊ ഗൂഗിൾ കീവേഡ് പ്ലാനർ ആണെങ്കിൽ അത് ലോ, മോഡറേറ്റ്, ഹൈ എന്നായിരിക്കും കാണിക്കുന്നത്. ചില ടൂളുകൾ അതിന്റെ സ്കോർ കാണിക്കും. സ്കോർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പം 9 എന്ന് കാണിച്ചു കഴിഞ്ഞാൽ 100-ൽ 9 ആണ് അതിന്റെ ഡിഫിക്കൽറ്റി എന്ന് പറഞ്ഞാൽ ഈസിയാണ് അത് റാങ്ക് ചെയ്യാൻ. ഇപ്പം 100-ലാണ്, അത് പെർസെന്റേജിലാണ് പറയുന്നത്. അപ്പം 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? 9 ആണ് ഡിഫിക്കൽറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 91% അത് കോമ്പറ്റീഷൻ നമുക്ക് ഈസി ആയിരിക്കും റാങ്ക് ചെയ്യാൻ. 91% ഈസിയാണ്, 9% ഡിഫിക്കൽറ്റി ആണ് എന്നാണ്. അപ്പൊ എപ്പോഴും നമ്മൾ ഇത്രയും നോക്കിയാൽ മതി. ഡിഫിക്കൽറ്റി കുറഞ്ഞിരിക്കണം. ഡിഫിക്കൽറ്റി അല്ലെങ്കിൽ കോമ്പറ്റീഷൻ കുറഞ്ഞ കീവേഡ് മാത്രം സെലക്ട് ചെയ്താൽ നിങ്ങൾ അത്രയും ചിന്തിച്ചാൽ മതി. ഡിഫിക്കൽറ്റി കുറഞ്ഞ കീവേഡ് ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഇതിന്റെ അകത്ത് വന്നിട്ട് ഡിഫിക്കൽറ്റി കുറഞ്ഞ ഒരു പ്രൈമറി സെലക്ട് ചെയ്യുന്നു, അതുപോലെ ഒരു സെക്കൻഡറി കീവേഡും സെലക്ട് ചെയ്യുന്നു. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയാൽ ഇവരിപ്പം എക്സാമ്പിൾ നമ്മൾ ഈ ഒരു വെബ്സൈറ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ 2 എണ്ണം സെലക്ട് ചെയ്തു. ഒന്ന് പ്രൈമറി ആയിട്ട് നമ്മൾ സോഫ്റ്റ്വെയർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടും, അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയപ്പോൾ അവർക്ക് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗും ട്രെയിനിങ്ങും കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ കൊച്ചി എന്നുള്ളത് നമ്മൾ സെക്കൻഡറി ആയിട്ട് സെലക്ട് ചെയ്തു. അതിന്റെ സെർച്ച് വോളിയം നോട്ട് ചെയ്ത് വെക്കുക. അതിന്റെ ഡിഫിക്കൽറ്റി ഇവിടെ ഒന്നെങ്കിൽ പെർസെന്റേജിൽ കിട്ടുന്ന ടൂൾസ്, ചില ടൂൾസിൽ ഇത് പെർസെന്റേജിലായിരിക്കും, ചില ടൂൾസിൽ ലോ, മോഡറേറ്റ്, ഹൈ എന്നാണ്. അപ്പൊ നമ്മുടെ ഇതില് ഗൂഗിൾ ആഡ്സ് എടുത്ത്, ഗൂഗിൾ കീവേഡ് പ്ലാനർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ലോ ആണ് കാണിക്കുന്നത്. അപ്പൊ ലോ എന്ന് ടൈപ്പ് ചെയ്ത് വെക്കും. ഇനി ഇപ്പൊ നമുക്ക് ഈ ഗൂഗിൾ കീവേഡ് പ്ലാനറിന്റെ ഉള്ളിൽ വന്നിട്ട് നമുക്ക് എപ്പോഴും നമ്മൾ ഒരു കീവേഡ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഗൂഗിൾ കീവേഡ് പ്ലാനറിന്റെ ഉള്ളിൽ വന്നിട്ട് വേണം നമ്മളിത് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ഗൂഗിളിൽ തന്നെ നമുക്ക് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ അറിയാനായിട്ട് ഒരു ടൂൾ ഉണ്ട്. അത് പെയ്ഡ് ടൂളാണ്. പക്ഷെ നമുക്ക് അത് ഗൂഗിളിന്റെ എക്സ്റ്റൻഷൻ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 14 സെർച്ച് വരെ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഒരു ടൂൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ SEO ചെയ്യുന്നതുകൊണ്ട് ഭയങ്കര ഈസി ആയിരിക്കും കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അത് ഊബർ സജസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ടൂളാണ്. ഇതുപോലെ ഒരുപാട് ടൂൾസ് ഉണ്ട്. നമുക്ക് ഏതെങ്കിലുമൊക്കെ ടൂളുകൾ പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. അപ്പം ഈ ഊബർ സജസ്റ്റിന്റെ നമുക്ക് ആ ഒരു എക്സ്റ്റൻഷൻ, ഗൂഗിൾ ക്രോം എക്സ്റ്റൻഷൻ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മൾ ഗൂഗിളിൽ വരിക. ഗൂഗിളിൽ വന്നതിന് ശേഷം ഊബർ സജസ്റ്റ് എക്സ്റ്റൻഷൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കണ്ട, അതിനുശേഷം ഈ ഫസ്റ്റ് വരുന്ന ഊബർ സജസ്റ്റ് SEO ആൻഡ് കീവേഡ് ഡിസ്കവറി എന്നുള്ളതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ കണ്ടോ, ആഡ് ടു ക്രോം എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്.
ഇത് നിങ്ങൾ മറ്റേതെങ്കിലും ബ്രൗസറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെയും എക്സ്റ്റൻഷൻ കിട്ടും. ഇപ്പൊ നിങ്ങൾ എഡ്ജ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഗൂഗിൾ എക്സ്റ്റൻഷൻ ഇവിടെ ഊബർ സെർച്ച് എക്സ്റ്റൻഷൻ ഡൗൺലോഡ് എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോഴത്തേക്കും ആ എഡ്ജിന്റെ എക്സ്റ്റൻഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ നിങ്ങൾ തന്നെ ഫസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിനു ശേഷം ആഡ് ടു ക്രോം ഇത് കൊടുക്കാം. ആഡ് എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു പോപ്പപ്പിന് ആഡ് എക്സ്റ്റൻഷൻ അത് ഡൗൺലോഡ് ആവും. ഇപ്പൊ എന്താണ് SEO ആൻഡ് കീവേഡ് ഡിസ്കവറി ഹാസ് ബീൻ ആഡഡ് ടു യുവർ ക്രോം എന്നൊരു മെസ്സേജ് കാണിക്കും. അപ്പൊ ഇത് ആഡ് ആയിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങളൊന്ന് ജസ്റ്റ് ആഡ് ചെയ്യുക. ഒന്നുമില്ല, നിങ്ങൾ നേരെ വരിക, ഗൂഗിളിൽ വരിക. ഗൂഗിളിൽ വന്നിട്ട് ഊബർ സജസ്റ്റ് എക്സ്റ്റൻഷൻ ഡൗൺലോഡ് എന്ന് മാത്രം ടൈപ്പ് ചെയ്ത് കൊടുക്കും. ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ ഈ ഫസ്റ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ സൈറ്റിലേക്ക് കയറും. ഊബർ സജസ്റ്റിന്റെ സൈറ്റിൽ കയറും. അവിടുന്ന് നമ്മൾ ഇവിടെ ആഡ് ടു ക്രോം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിട്ടും. ഇപ്പൊ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ റിമൂവ് ഫ്രം ക്രോം എന്നായിരിക്കും കാണിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ആഡ് ടു ക്രോം എന്നായിരുന്നു കാണിച്ചത്. അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്യുക. അത് ഓട്ടോമാറ്റിക് ഡൗൺലോഡ് ആയി ആഡ് ആയിക്കോളും. ഇനി ഇപ്പൊ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിന്റെ ഒരു ഈസി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നമ്മൾ തന്നെ ഗൂഗിളിൽ വരിക. ഗൂഗിളിൽ വന്നിട്ട് നമ്മൾ സെർച്ച് ചെയ്യണം സോഫ്റ്റ്വെയർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി ട്രിവാൻഡ്രം എന്ന് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ബട്ടൺ വന്നുണ്ടോ, ഷോ വോളിയം എന്ന് പറഞ്ഞൊരു ബട്ടൺ വന്നു. ഈ ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ മന്ത്ലി സെർച്ച് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ തന്നെ കാണും. മന്ത്ലി സെർച്ച് 480 എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ തന്നെ അറിയാൻ പറ്റും. നമ്മൾ വേറെ ടൂളിലും പോകാതെ തന്നെ പെട്ടെന്ന് നമുക്ക് ഇവിടെ തന്നെ അറിയാൻ പറ്റും മന്ത്ലി സെർച്ച് 480 ആണ് എന്നുള്ളത്. ഈ CPC നിങ്ങൾ നോക്കണം. CPC പോസ്റ്റ് പെർ ക്ലിക്ക് എന്നാണ്. ഇത് നമ്മൾ ഗൂഗിൾ ആഡ്സ് പഠിക്കുമ്പോൾ നമ്മളത് പഠിക്കും, അതെന്താണെന്നുള്ളതും അതെങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതും. ഇപ്പൊ നമ്മൾ മന്ത്ലി ആവറേജ് സെർച്ച്, നമ്മളിപ്പോ ഇവിടെ പറഞ്ഞേക്കുന്ന 3 കാര്യങ്ങളാണ് നമുക്കിപ്പോ വേണ്ടത്. നമ്മൾ എന്താ പ്രൈമറി കീവേഡ് വേണം, പിന്നെ അതിന്റെ സെർച്ച് വോളിയം വേണം, പിന്നെ SEO ഡിഫിക്കൽറ്റി. SEO ഡിഫിക്കൽറ്റി നമുക്ക് 2 രീതിയിൽ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു. ഒന്നെങ്കിൽ ഈ കീവേഡ് പ്ലാനിലൊന്നും കാണിക്കുന്ന പോലെ ലോ മോഡറേറ്റ് ഹൈ എന്നായിരിക്കും കാണിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ സ്കോർ കാണിക്കും. അപ്പൊ അതാണ് ഈ ഊബർ സെർച്ചിന്റെ സ്കോർ ആണ് കാണിക്കുന്നത്. അതെങ്ങനെ കാണാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ചെയ്താൽ ഇവിടെ നിങ്ങൾക്ക് ഒരു ബോക്സിൽ ഇത് കാണിക്കും. കണ്ടോ, ഇതിന്റെ റിലേറ്റീവ് ആയിട്ടുള്ള, അതായത് അതുമായിട്ട് മാച്ച് ചെയ്യുന്ന വേറെ കീവേഡ്സ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി ട്രിവാൻഡ്രത്തിന് 480 വോളിയമാണ്. അതിന്റെ ST എന്ന് പറഞ്ഞു കഴിഞ്ഞാല് SEO ഡിഫിക്കൽറ്റി 33 ആണ്. അടുത്ത ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി ട്രിവാൻഡ്രം എന്നുള്ളത് 8 ആണ്. കണ്ടോ, ടോപ്പ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി എന്നുള്ളത് 6 ആണ്. അപ്പൊ ഈ ഇതിന് നമുക്ക് അപ്പം മനസ്സിലാവും, ഈ 33 എടുക്കുന്നതിനെക്കാട്ടി നല്ലത് ഈ 8 SEO ഡിഫിക്കൽറ്റി 8. SEO ഡിഫിക്കൽറ്റി എപ്പോഴും കുറഞ്ഞ കീവേഡ് വേണം എടുക്കാൻ. ഇത് 33% ഡിഫിക്കൽറ്റ് ആണ്, ഇത് 8% ഡിഫിക്കൽറ്റ് ഉള്ളൂ. അപ്പൊ 8% എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര 92% ഈസിയാണ് ഇത് റാങ്ക് ചെയ്യാനായിട്ട്. അപ്പൊ ഇവിടെ 6% ഡിഫിക്കൽറ്റി ഉള്ളൂ എന്ന് പറയുമ്പോൾ 6 ഡിഫിക്കൽറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് എത്രയാണ് 94% ഇത് റാങ്ക് ചെയ്യാനായിട്ട് എളുപ്പമാണ്. പക്ഷെ ഇതിന്റെ സെർച്ച് വോളിയം 10 ആണ്, ഇതിന്റെ സെർച്ച് വോളിയം 70 ആണ്. അപ്പൊ നമുക്ക് ഈ 70 ഉള്ളത് ഫോക്കസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പൊ ഈ ഒരു ടൂൾ കൊണ്ടുള്ള നമുക്ക് ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എപ്പോഴും സെർച്ച് ചെയ്യുമ്പോൾ ഇവിടെ ഷോ ബട്ടൺ, ഒരു ഷോ വോളിയം എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ തന്നെ അറിയാൻ പറ്റും. കാരണം ഇത് മന്ത്ലി സെർച്ച്, ആവറേജ് സെർച്ച് എത്ര ആണെന്നുള്ളതും അതിന്റേതായ ഡീറ്റെയിൽസ്, അതിന്റെ റിലേറ്റഡ് കീവേഡ്സും കാര്യങ്ങളും എല്ലാം നമുക്ക് ഇവിടെ തന്നെ അറിയാൻ പറ്റും. അപ്പൊ ഇത് കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഇതിന്റെ സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയ്ഡ് ആണ്. അപ്പൊ ഇത് നമുക്ക് ഒരു 40 സെർച്ച് വരെ വർക്ക് ചെയ്യത്തുള്ളതാണ് എന്റെ ഒരു വിശ്വാസം. അത് കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യത്തില്ല. അപ്പൊ നമുക്ക് 40 സെർച്ച് വരെ ഈസി ആയിട്ട് ഇതിന്റെ അകത്ത് നമുക്ക് സെർച്ച് ചെയ്ത് എടുക്കാൻ പറ്റും. ജസ്റ്റ് നമുക്ക് നമ്മളിപ്പോ സെലക്ട് ചെയ്ത കീവേഡ് ഇല്ലേ, ഈ നമ്മൾ കീവേഡ് ഒക്കെ സെലക്ട് ചെയ്ത് വെച്ചു, പ്രൈമറിയും സെക്കൻഡറിയും കീവേഡ് സെലക്ട് ചെയ്ത് വെച്ചു. ഇതിനി എങ്ങനെ യൂസ് ചെയ്യണമെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റ് ഇല്ലേ, ഈ വെബ്സൈറ്റിലെ കണ്ടന്റ്, ഈ കണ്ടന്റിലാണ് നമ്മളിത് ഫസ്റ്റ് യൂസ് ചെയ്യാൻ പോകുന്നത്. അല്ലെങ്കിൽ വെബ്സൈറ്റ് ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ വെബ്സൈറ്റിന്റെ കണ്ടന്റ്, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്ലോഗാണ് യൂസ് ചെയ്യാൻ പോകുന്നതെങ്കിൽ ഈ ബ്ലോഗിന്റെ കണ്ടന്റിൽ നമ്മളിത് യൂസ് ചെയ്യണം. യൂസ് ചെയ്യുമ്പോഴത്തേക്കും എങ്ങനെ ഇത് യൂസ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഹെഡിങ് ഉണ്ടെങ്കിൽ ഹെഡിങ്ങിൽ ഇത് യൂസ് ചെയ്യുക, വെബ്സൈറ്റിന്റെ ഹെഡിങ്ങിൽ യൂസ് ചെയ്യുക, സബ് ഹെഡിങ്സ് യൂസ് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ വെബ്സൈറ്റ് ഡെവലപ്പർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇത് ചെയ്യാൻ പറ്റും. ഇതിന്റെ കണ്ടന്റിലും സബ് ഹെഡിങ്ങിലും യൂസ് ചെയ്യാൻ പറ്റും. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുന്ന ആളിനോട് നമ്മൾ ഇത് സജസ്റ്റ് ചെയ്ത് നമ്മളിത് കൊടുക്കുക, ഈ കീവേഡ്സ് ഇന്ന ഇതിലൊക്കെ യൂസ് ചെയ്യുക, ഹെഡിങ് യൂസ് ചെയ്യണം, സബ് ഹെഡിങ് യൂസ് ചെയ്യണം. അതിനുശേഷം നമ്മൾ എവിടെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത്, ഇത് നമ്മുടെ കണ്ടന്റിൽ യൂസ് ചെയ്യണം. ഈ കണ്ടന്റ് എങ്ങനെ യൂസ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആദ്യത്തെ ഒരു 100 വേർഡ്സിനുള്ളിൽ ഒരു 1 to 2 ടൈംസ് മാക്സിമം
അത്ര യൂസ് ചെയ്യാവുള്ളൂ. ഒരുപാടായി കഴിഞ്ഞാൽ കീവേഡ് സ്റ്റഫിംഗ് എന്ന് പറയും. അപ്പൊ അത് ഗൂഗിൾ റാങ്ക് ചെയ്യത്തില്ല. അപ്പൊ നമ്മൾ നാച്ചുറൽ ആയിട്ട് വരുന്ന രീതിയിൽ ഈ കണ്ടന്റിൽ ആദ്യത്തെ 1 to 100 വേർഡ്സിൽ ഒരു 1 to 2 ടൈംസ് മാത്രമേ നമ്മുടെ ഈ കീവേഡ് ആഡ് ചെയ്യാവുള്ളൂ. അതുപോലെ തന്നെ അവസാനത്തെ 100 വേർഡ്സിനുള്ളിൽ ഒരു 1 to 2 ടൈംസ്, മാക്സിമം 1 to 2 ടൈംസ് ഈ കീവേഡ്സ് നമ്മൾ എന്ത് ചെയ്യണം, യൂസ് ചെയ്യണം. ഇപ്പൊ ഇത് നമുക്ക് എങ്ങനെ ഇപ്പം കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾ ഒരു ബ്ലോഗായി ഇടുന്നെങ്കിലും ഇതേപോലെ തന്നെ വേണം യൂസ് ചെയ്യാനായിട്ട്. അപ്പൊ വെബ്സൈറ്റിന്റെയും ബ്ലോഗിന്റെ ഒക്കെ കണ്ടന്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇപ്പൊ ChatGPT പോലത്തുള്ള ടൂൾസുകളുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് ഒരു ബേസിക് ഇംഗ്ലീഷ് നോളജ് ഉണ്ടെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് നമുക്ക് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അത് നമുക്ക് വേറൊരു ക്ലാസ്സിൽ എങ്ങനെ ChatGPT ഉപയോഗിച്ച് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇപ്പൊ നിങ്ങൾ ഇത് മനസ്സിലാക്കിയിരിക്കുക. നമ്മളിപ്പോ കീവേഡ് നമ്മൾ സെലക്ട് ചെയ്തു. ഈ കീവേഡ് സെലക്ട് ചെയ്യുന്നത് എന്തിനാണ്? ഈ കീവേഡ് സെലക്ട് ചെയ്യുന്നത് നമ്മൾ നമ്മുടെ കണ്ടന്റിൽ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഈ വെബ്സൈറ്റിന്റെ അല്ലെങ്കിൽ നമ്മുടെ ബ്ലോഗിന്റെ കണ്ടന്റിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ കണ്ടന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ വെബ്സൈറ്റിന്റെ കണ്ടന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിന്റെ അകത്ത് വേണം നമ്മൾ ഈ കീവേഡ് ആഡ് ചെയ്യാനായിട്ട്. അപ്പൊ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കീവേഡ് യൂസ് ചെയ്യുന്നത് നാച്ചുറൽ ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ സെന്റൻസിന് മാച്ച് ചെയ്യുന്ന രീതിയിലായിരിക്കണം ഈ കീവേഡ് യൂസ് ചെയ്യാനായിട്ട്. പിന്നെ നമ്മുടെ കണ്ടന്റ് മാക്സിമം ഹൈ ക്വാളിറ്റി ആയിരിക്കണം. എന്ന് വെച്ചാൽ ഇപ്പൊ സോഫ്റ്റ്വെയർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ മാക്സിമം ആ സോഫ്റ്റ്വെയർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ട ആ റിലവന്റ് ആയിട്ടുള്ള ഈ കണ്ടന്റ് ആയിരിക്കണം നമ്മുടെ വെബ്സൈറ്റിനുള്ളത്. നമ്മൾ എങ്ങനെയാണ് നമ്മൾ നേരത്തെ പഠിച്ചിരുന്ന ഒരു സെർച്ച് എഞ്ചിന്റെ പ്രവർത്തനം നമ്മൾ പഠിച്ചിരുന്നു. അപ്പൊ ഇത് സ്ക്രോൾ ചെയ്തിട്ടാണ് നമ്മൾ പറഞ്ഞ ഇൻഡെക്സ് ചെയ്തതിന് ശേഷമാണ് റാങ്ക് ചെയ്യുന്നത്. ഇപ്പൊ സ്ക്രോൾ ചെയ്യുമ്പോൾ അത് കണ്ടന്റ് ഫുൾ അത് റീഡ് ചെയ്യും. അപ്പൊ ഈ കണ്ടന്റ് റിലവന്റ് ആയിരിക്കണം. നമ്മൾ സെലക്ട് ചെയ്യുന്ന കീവേഡും ഈ കണ്ടന്റും തമ്മിൽ മാച്ച് ചെയ്യണം. അപ്പൊ ഈ കീവേഡ് നമ്മൾ സെർച്ച് ചെയ്ത് എടുക്കാനായിട്ട് നമ്മൾ കുറച്ച് ടൈം എടുത്താലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. മാക്സിമം നല്ല കീവേഡുകൾ, സെർച്ച് വോളിയം അത്യാവശ്യമുള്ളതും ഈ ഡിഫിക്കൽറ്റി, SEO ഡിഫിക്കൽറ്റി കുറഞ്ഞത്, ഏറ്റവും ലോ ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു SEO ഡിഫിക്കൽറ്റി ഏറ്റവും കുറഞ്ഞ ഒരു ഇതായിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. പിന്നെ നമ്മുടെ കണ്ടന്റ് ഹൈ ക്വാളിറ്റി ആയിരിക്കണം, അത് റിലവന്റ് ആയിരിക്കണം, അത് മസ്റ്റ് ആണ്. അപ്പൊ ഈ കണ്ടന്റ് നമുക്ക് വെബ്സൈറ്റിന്റെ കണ്ടന്റ് ഇപ്പം നമ്മൾ എടുക്കുന്ന വെബ്സൈറ്റിന്റെ കണ്ടന്റ് മോശമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വെബ് ഡെവലപ്പറോട് പറഞ്ഞിട്ട് ആ കണ്ടന്റ് മാറ്റിയതിനു ശേഷം നമ്മുടെ കീവേഡ് ആഡ് ചെയ്ത കണ്ടന്റ് അതിലേക്ക് നമ്മൾ ആഡ് ചെയ്താൽ മാത്രമേ നമ്മുടെ SEO നമ്മൾ ഈ ഗൂഗിൾ റാങ്ക് ചെയ്യത്തുള്ളൂ. അപ്പൊ എന്താണ് ഇവിടെ നോക്കി, ഈ നമ്മളെ SEO സ്കോർ കണ്ടോ, SEO സ്കോർ 0 to 20 നിൽക്കുന്നത് അല്ലെങ്കിൽ ലോ. നമ്മളിപ്പം കീവേഡ് പ്ലാനറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ അകത്ത് ലോ ആണെന്നാണ് കാണിക്കുന്നത്. അപ്പൊ ലോ സെലക്ട് ചെയ്താൽ മതി. അതല്ല നമ്മളിപ്പോ ഇപ്പം യൂസ് ചെയ്ത ഊബർ സെർച്ച് പോലത്തെ ടൂളാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ അകത്ത് SEO ഡിഫിക്കൽറ്റി 20 താഴെ നിൽക്കുന്ന 0 to 20 താഴെ നിൽക്കുന്നത് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. മാക്സിമം 0 to 30 വരാണെങ്കിൽ മാത്രമേ നമ്മൾ 0 to 30ക്ക് ഉള്ളിലുള്ളത് മാത്രമേ എടുക്കാവുള്ളൂ. 0 to 20 എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പൊ ഇതാണ് അതിന്റെ ഒരു സ്കോർ വരുന്നത്. കേട്ടോ, ലോ എന്ന് പറയുമ്പോൾ 0 to 20 ആയിരിക്കും SEO ഡിഫിക്കൽറ്റി. മീഡിയം എന്ന് പറയുമ്പോൾ 21 to 40, ഡിഫിക്കൽറ്റി എന്ന് പറയുമ്പോൾ 41 to 60 ആയിരിക്കും. വെരി ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 61 to 100 ആയിരിക്കും. അപ്പൊ മാക്സിമം നമ്മൾ എന്ത് ചെയ്യണം, ഏറ്റവും കുറഞ്ഞത് 0 to 20 എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ ചില ആൾക്കാർ വന്നിട്ട് നമ്മളോട് പറയും ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ അല്ലെങ്കിൽ വേറൊരു കീവേഡ്, ഇപ്പം ഫ്ലാറ്റ് ഇൻ കൊച്ചി അല്ലെങ്കിൽ റെന്റേ കാർ ഇൻ കൊച്ചി, ഇത് നമുക്ക് SEO ചെയ്യേണ്ട ഒരു വെബ്സൈറ്റ് വന്നിട്ട് ഇത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ സെർച്ച് വരുന്നുണ്ട്. മന്ത്ലി സെർച്ച് വോളിയം ഹൈ ആണ്. ഇത് 12,100 വരുന്നുണ്ട്. പക്ഷെ ഇതിന്റെ SEO ഡിഫിക്കൽറ്റി 30 ആണ്. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മൾ ഈ SEO ഡിഫിക്കൽറ്റിയും കൂടെ ഒരു കീവേഡ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഈ SEO ഡിഫിക്കൽറ്റിയും കൂടെ നോക്കണം. എന്ന് വെച്ചാൽ ഇത് മാക്സിമം 20ക്കുള്ളിൽ അത്യാവശ്യം സെർച്ച് റിസൾട്ട് വേണം. 0 to 30 എടുത്താലും കുഴപ്പമില്ല, പക്ഷെ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. 0 to 20 എടുത്തു കഴിഞ്ഞാൽ കുറച്ച് ഈസി ആയിരിക്കും നമുക്ക് ഈ റാങ്ക് ചെയ്യാനായിട്ട്. അപ്പം മാക്സിമം വോളിയം ഉള്ളതും നമ്മുടെ SEO ഡിഫിക്കൽറ്റി കുറഞ്ഞത്, ഏറ്റവും കുറഞ്ഞതുമായിട്ടുള്ള കീവേഡ് വേണം എടുക്കാനായിട്ട്. അപ്പൊ ഉള്ളതിൽ ഏറ്റവും കൂടുതൽ വോളിയം ഉള്ളത്, സെർച്ച് വോളിയം ഉള്ളതും SEO ഡിഫിക്കൽറ്റി കുറഞ്ഞതുമായിട്ടുള്ള കീവേഡ്സ് വേണം നമ്മൾ എടുത്തിട്ട് റാങ്ക് ചെയ്യിക്കാനായിട്ട്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ പലരും നമുക്ക് ഈ സെർച്ച് വോളിയം മാത്രമേ ശ്രദ്ധിക്കത്തുള്ളൂ, അവരത് മാത്രമേ എടുക്കത്തുള്ളൂ. ഈ SEO ഡിഫിക്കൽറ്റി മൈൻഡ് ചെയ്യാറില്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും നിങ്ങളൊരു ക്ലയന്റിന് നിങ്ങൾ പ്രോമിസ് ചെയ്തിട്ട് ഒരു SEO ചെയ്യാനായിട്ട് ഒരു വർക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് റാങ്ക് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാര്യം ഇത് വലിയ വലിയ കമ്പനികളായിരിക്കും നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ്. അവർ വർഷങ്ങളായിട്ട് SEO ചെയ്തുകൊണ്ടിരിക്കുന്ന സൈറ്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ എത്ര ചെയ്താലും നമ്മുടെ സൈറ്റ് ടോപ്പിൽ വരില്ല. അപ്പൊ നമ്മൾ ഈ കീവേഡ് സെലക്ട് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അത് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ സെർച്ച് വോളിയം അത്യാവശ്യമുള്ളതും SEO ഡിഫിക്കൽറ്റി കുറഞ്ഞതും ആയിട്ടുള്ള കീവേഡ്സ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ഈ 3 ഫാക്ടർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. സെർച്ച് വോളിയം നോക്കണം, SEO ഡിഫിക്കൽറ്റി നോക്കണം.
ഇനി നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, ഈ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഈ കീവേഡ് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും ഈ കീവേഡ് തീംസ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മൾ ഈ ഒരു കീവേഡ്, ഇപ്പം കീവേഡ് എന്ന് പറഞ്ഞ ഒരു സാധനത്തെ പറ്റിയാണ് ഒരു ബ്ലോഗ് ഇടുന്നത്, അല്ലെങ്കിൽ ഒരു കീവേഡ് എന്ന് പറഞ്ഞ സാധനത്തെ പറ്റിയാണ് നമ്മുടെ ഒരു സൈറ്റ് എങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറെ കീവേഡ്സ് വരും. ഇതും കൂടെ നമ്മൾ ഇതിന്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ അതാണ് ഈ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് കീവേഡ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് റാങ്ക് ചെയ്യാനായിട്ട് വളരെ ചാൻസ് കൂടുതലാണ്. കാര്യം എന്താണ്, നമ്മൾ ഈ സെർച്ച് എഞ്ചിൻ സ്ക്രോൾ ചെയ്യുമ്പോൾ കണ്ടന്റ് അത് എടുക്കുമെന്ന് നമ്മൾ പഠിച്ചല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള പല കീവേഡുകളും നമ്മുടെ കണ്ടന്റ് വരുവാണെങ്കിൽ ഇതിനെല്ലാം നമുക്ക് റാങ്ക് ചെയ്യാനും നമ്മുടെ വെബ്സൈറ്റ് ടോപ്പിക് കാണിക്കാനും ഭയങ്കര എളുപ്പമായിരിക്കും. എക്സാമ്പിൾ നമ്മളിപ്പോ പറഞ്ഞ ഊബർ സെർച്ചിന്റെ നമ്മളിപ്പോ എടുത്തല്ലോ, ഇവിടെ കണ്ടോ റെന്റേ കാർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇതെടുക്കുമ്പോഴത്തേക്കാണ് ഇവിടെ തന്നെ സജഷൻ കാണിക്കും റെന്റേ കാറിന്റെ. ഇങ്ങനെയുള്ള കീവേഡ്സ് എല്ലാം മാക്സിമം നമ്മൾ ഇതിന്റെ അകത്ത്, അതായത് നമ്മുടെ കണ്ടന്റിൽ ഉൾപ്പെടുത്തണം. വെബ്സൈറ്റിന്റെ കണ്ടന്റിലായാലും ബ്ലോഗിന്റെ കണ്ടന്റിലായാലും മാക്സിമം നമ്മൾ ഇതും കൂടെ ഇങ്ങനെയുള്ള കീവേഡ്സ് കൂടെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അതാണ് ഇവിടെയും കിട്ടും സജഷൻ. റെന്റേ കാർ ഇൻ കൊച്ചി, റെന്റേ കാർ കൊച്ചി കേരള, റെന്റേ കാർ കൊച്ചി എയർപോർട്ട്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും കൂടെ ബെൻസ് റെന്റേ കാർ ഇൻ കൊച്ചി. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ ഇത്രയും കീവേഡ്സ് കൂടി ഇതിന്റെ നമ്മുടെ കണ്ടന്റിൽ ആഡാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇത് റാങ്ക് ചെയ്യാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. കാര്യം ഈ കണ്ടന്റിൽ ഇപ്പം ഇത് നമ്മുടെ സെർച്ച് എഞ്ചിൻ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇത്രയും കീവേഡ്സ് റാങ്ക് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. നമ്മുടെ ഒരു പ്രൈമറി സെക്കൻഡറി കീവേഡ് നമ്മൾ സെലക്ട് ചെയ്തു, അത് കൂടാതെ തന്നെ നമ്മുടെ കണ്ടന്റിൽ ഇങ്ങനെയുള്ള ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് കീവേഡ്സും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ റാങ്ക് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പൊ ഇതും കൂടെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇതിന് കീവേഡ് തീംസ് എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഈ ഗ്രൂപ്പ് ഓഫ് കീവേഡ്സ് എന്ന് വെച്ചാൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് പല രീതിയിലുള്ള കീവേഡ്സും കൂടെ നമ്മുടെ ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് നമ്മൾ മാക്സിമം ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പഠിച്ചു ഈ കീവേഡ്സ് തന്നെ 2 ടൈപ്പ് ഉണ്ട്, ലോങ് ടൈലും ഷോർട്ട് ടൈലും. നമ്മളിപ്പോ ഫസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും ലോങ് ടൈലിൽ നമ്മൾ ഫോക്കസ് ചെയ്യണം. അതായത് ലോങ് ടൈൽ എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മളിപ്പോ ഡിജിറ്റൽ റെന്റേ കാർ ഇൻ കൊച്ചി, ഈ റെന്റേ കാർ എന്ന് മാത്രം കൊടുക്കുന്നതാണ് ഷോർട്ട് ടൈൽ. ഇത് റാങ്ക് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാര്യം ഇതിന്റെ അകത്ത് ഈ ടോപ്പിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വേൾഡിലെ റിസൾട്ട് എടുത്തിട്ടായിരിക്കും വരുന്നത്. വേൾഡിൽ ഫുള്ള് പോയിട്ട് റിസൾട്ട് എടുത്തിട്ടാണ് ഇത്രയും സെർച്ച് റിസൾട്ട് ഉണ്ട്. അപ്പം നമുക്ക് ഈ റെന്റേ കാർ ഇൻ കൊച്ചി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ സ്പെസിഫിക് ആയിട്ട് നമ്മൾ കൊച്ചിയിലുള്ളത് മാത്രം നമുക്ക് അറിഞ്ഞാൽ മതി. ഇതിനാണ് നമ്മൾ ലോങ് ടൈൽ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ലോങ് ടൈൽ വേണം ആദ്യം നമ്മൾ സെർച്ച് ചെയ്യാനായിട്ട്. നമുക്കിപ്പോ നമ്മൾക്ക് കിട്ടുന്ന ക്ലയന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എക്സാമ്പിൾ കൊച്ചിയിലാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒരു പർട്ടിക്കുലർ സ്ഥലത്താണ് അവർ ഫോക്കസ് ചെയ്യാനായിട്ട് പറയുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും ലോങ് ടൈൽ കീവേഡ് ഉപയോഗിച്ച് തന്നെ റാങ്ക് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ ഈ ലോങ് ടൈൽ കീവേഡ് റാങ്ക് ചെയ്ത് നമ്മൾ ഷോർട്ട് ടൈലിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എത്തിക്കോളും. പിന്നെ നമ്മൾ കുറെ റാങ്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് റെന്റേ കാർ എന്ന് തന്നെ അടിക്കുമ്പോൾ നമ്മൾ തന്നെ ടോപ്പിൽ വരും. അത് കുറെ സമയം എടുക്കും. അപ്പൊ നിങ്ങൾ ലോങ് ടൈൽ കീവേഡ് മാക്സിമം ലോങ് ടൈൽ കീവേഡിന്റെ അത് തന്നെ നിങ്ങൾ റാങ്ക് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഈ ലോങ് ടൈൽ കീവേഡ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇപ്പം റെന്റേ കാർ ഇൻ കൊച്ചി എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു 4 to 6 വേർഡ്സിന്റെ കോമ്പിനേഷൻ ആയിരിക്കും. മറ്റേതെന്ന് വെച്ചാൽ ഒരു 1 to 2 വേർഡ്സേ കാണത്തുള്ളൂ ഷോർട്ട് ടൈൽ, റെന്റേ കാർ അത്രേ കാണത്തുള്ളൂ. പിന്നെ ഈ ലോങ് ടൈലിന്റെ പ്രത്യേകത നമ്മൾ നേരത്തെ നോക്കിയതാണ്, ഈസി ടു റാങ്ക് ആണ്. പിന്നെ ലോ സെർച്ച് വോളി ആയിരിക്കും കമ്പയർഡ് ടു ലോങ് ടൈൽ. ഷോർട്ട് ടൈൽ ഇത് ലോ സെർച്ച് വോളി ആയിരിക്കും. എക്സാമ്പിൾ ഇതിന്റെ സെർച്ച് വോളി എന്ന് വെച്ചാൽ 12,100 ആണ്. ഇനി നമ്മൾ റെന്റേ കാർ എന്ന് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ സെർച്ച് വോളിയം ഹൈ ആയിരിക്കും, കൂടുതലായിരിക്കും സെർച്ച് വോളിയം. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഇതിന്റെ ഒരു ലോ കോമ്പറ്റീഷൻ ആയിരിക്കും. ലോങ് ടൈൽ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ കോമ്പറ്റീഷൻ കുറവായിരിക്കും. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ തന്നെ അറിയാം അതിന്റെ ST എന്ന് പറയുന്നത് ഇവിടെ കണ്ടോ, ഇവിടെ 39 റെന്റേ കാർ എന്ന് പറയുന്നത്. റെന്റേ കാർ ഇൻ കൊച്ചി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ കോമ്പറ്റീഷൻ കുറവായിരിക്കും കമ്പയർഡ്. കമ്പയർഡ് ടു കുറവായിരിക്കും. ഇപ്പൊ നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഡിജിറ്റൽ മാർക്കറ്റിംഗ് നിങ്ങൾ കൊടുക്കണം. ഇവിടെ സെർച്ച് വോളിയം കണ്ടോ, ഇത്രയും സെർച്ച് വോളിയം ഉണ്ട്. ഇവിടെ ഡിഫിക്കൽറ്റി നമുക്ക് നോക്കാം. ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഡിഫിക്കൽറ്റി 77 ആണ്. ഹൈ കോമ്പറ്റീഷൻ ആണ്. ഇത് ഷോർട്ട് ടൈൽ ആണ്. നമുക്ക് ലോങ് ടൈലിലേക്ക് മാറ്റുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കാം. നമുക്ക് കൂടുതലും ഒരു പർട്ടിക്കുലർ സ്ഥലത്തേക്ക് മാത്രമായിരിക്കും നമുക്ക് SEO കിട്ടാനായിട്ട് വർക്ക് കിട്ടാനായിട്ട് ചാൻസ്. അപ്പൊ നമ്മൾ ഈ ലോങ് ടൈൽ തന്നെ യൂസ് ചെയ്യാം. ലോങ് ടൈൽ എടുക്കുമ്പോഴത്തേക്കും ഇവിടെ 31 ആയി, 31, 19, 10. അപ്പൊ ഇത് നമുക്ക് റാങ്ക് ചെയ്യാനായിട്ട് കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ ഈസി ആയിരിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഈ ലോങ് ടൈലിൽ ഫോക്കസ് ചെയ്യുക ഫസ്റ്റ്. അപ്പൊ ഈ ലോങ് ടൈലിൽ കുറച്ച് റാങ്ക് ചെയ്ത് നമ്മൾ ഓട്ടോമാറ്റിക്കലി ഈ ഷോർട്ട് ടൈലിലേക്ക് എത്തും. അപ്പൊ ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇത് നിങ്ങൾ മനസ്സിൽ വെക്കുക. പിന്നെ നമ്മൾ ഈ കീവേഡ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ 3 കാര്യങ്ങൾ മസ്റ്റ് ആയിട്ടും നമ്മൾ
കൺസിഡർ ചെയ്യണം. ഒന്ന് അത് പോപ്പുലർ ആയിരിക്കണം, എന്ന് വെച്ചാൽ ഡീസന്റ് സെർച്ച് വോളിയം വേണം. നമ്മളൊരു കീവേഡ് സെലക്ട് ചെയ്യുമ്പോൾ ഡീസന്റ് സെർച്ച് വോളിയം വേണം. അത് SEO ഡിഫിക്കൽറ്റി റാങ്കബിൾ ആയിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ SEO ഡിഫിക്കൽറ്റി കുറവായിരിക്കണം. ഏറ്റവും കുറഞ്ഞ അത്യാവശ്യ സെർച്ച് വോളിയമുള്ള ഏറ്റവും കുറഞ്ഞ ഡിഫിക്കൽറ്റി ഉള്ളത് തന്നെ നമ്മൾ സെലക്ട് ചെയ്യാം. മൂന്നാമത്തെ കാര്യം നമ്മൾ മസ്റ്റ് ആയിട്ടും കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ എടുക്കുന്ന കീവേഡ് റിലവന്റ് ആയിരിക്കണം. റിലവന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സുമായിട്ട് മാച്ച് ചെയ്യുന്നതായിരിക്കണം. ഇപ്പൊ അങ്ങനെ വേണം നമ്മൾ ഈ കീവേഡ്സ് സെലക്ട് ചെയ്യാനായിട്ട്. അതല്ലെന്നുണ്ടെങ്കിൽ റാങ്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പൊ നമ്മൾ കണ്ട ഈ പോപ്പുലർ അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്, ഈ നമുക്ക് ട്രാഫിക് കിട്ടാതായിട്ട് വരും. എന്ന് വെച്ചാല് നമ്മൾ അത്യാവശ്യം ഈ സെർച്ച് വോളിയുള്ള ഇപ്പം നമ്മൾ ഇതിന്റെ അകത്ത് നമ്മൾ സെർച്ച് വോളിയം അത്യാവശ്യമുള്ള കീവേഡ് മാത്രമേ സെലക്ട് ചെയ്യാവുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്താ, ഈ 720 മന്ത്ലി സെർച്ചസ് വരുന്നുണ്ട്. ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൊച്ചി എന്ന് പറഞ്ഞാൽ മന്ത്ലി സെർച്ച് 720 എണ്ണം വരുന്നുണ്ടെന്നുള്ളതാണ്. അപ്പൊ അത്യാവശ്യം ആൾക്കാർ സെർച്ച് ചെയ്യുന്ന കീവേഡ് മാത്രമേ നമ്മൾ റാങ്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കാവുള്ളൂ. അല്ലെങ്കിൽ ഇത് ആരും ഉപയോഗിക്കാത്തൊരു കീവേഡ് എടുത്ത് റാങ്ക് ചെയ്ത് വെച്ചിട്ട് ഒരു കാര്യമില്ല, ആരും ഉപയോഗിക്കുന്നില്ലല്ലോ. പിന്നെ എങ്ങനെ നമുക്ക് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവും? അതുകൊണ്ട് നമ്മൾ ഈ ആൾക്കാർ ഉപയോഗിക്കുന്ന അത്യാവശ്യം സെർച്ച് മന്ത്ലി സെർച്ച് വോളിയം ഉള്ള കീവേഡ് മാത്രമേ നമ്മൾ സെലക്ട് ചെയ്യാവുള്ളൂ. അടുത്തതായിട്ട് നമ്മൾ നോക്കേണ്ടത് റാങ്കബിൾ ആയിരിക്കണം. റാങ്കബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ SEO ഡിഫിക്കൽറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളപ്പോ അതിന്റെ SEO ഡിഫിക്കൽറ്റി നോക്കുക. SEO ഡിഫിക്കൽറ്റി ഒരു 20ക്കുള്ളിൽ അല്ലെങ്കിൽ മാക്സിമം 30ക്ക് 20ക്കുള്ളിൽ തന്നെ 0 to 20 ആണ് ലോ. അപ്പൊ ഈ 20ക്കുള്ളിൽ തന്നെ നിൽക്കുന്ന SEO ഡിഫിക്കൽറ്റി ഉള്ള കീവേഡ് മാത്രമേ നമ്മൾ സെലക്ട് ചെയ്യാവൂ. അടുത്തത് നമ്മൾ നോക്കേണ്ടത് റിലവന്റ് ആയിരിക്കണം. നമ്മുടെ കണ്ടന്റുമായിട്ട്, അതായത് ഈ വെബ്സൈറ്റിന്റെ കണ്ടന്റുമായിട്ട് മാച്ച് ചെയ്യുന്ന കീവേഡ്സുകൾ മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അത് നമ്മളെ ഈ സെർച്ച് എഞ്ചിൻ സ്ക്രോൾ ചെയ്യുമ്പോൾ അത് പ്രത്യേകം അവര് നോട്ട് ചെയ്യും. അപ്പൊ നമ്മൾ അത് വെച്ചിട്ടേ നമ്മൾ റാങ്ക് ചെയ്തുള്ളൂ. അപ്പം റിലവന്റ് ആയിട്ടുള്ള കീവേഡ്സ് മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇത് ശ്രദ്ധിക്കേണ്ട കീവേഡ് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും കീവേഡിന്റെ ഈ റിലേറ്റഡ് ആയിട്ടുള്ള കീവേഡും കൂടെ മാക്സിമം നമ്മുടെ കണ്ടന്റിൽ ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമ്മൾ ഇത്രയാണ് നമ്മൾ നോക്കിയത്. അപ്പം ഇന്നത്തെ ക്ലാസ് നോക്കിയത് ഊബർ സെർച്ച് എന്ന് പറഞ്ഞൊരു ടൂൾ നോക്കി. അത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് എല്ലാവരും ട്രൈ ചെയ്യണം. ഊബർ സെർച്ചിന്റെ എക്സ്റ്റൻഷൻ ഗൂഗിളിൽ പോയി അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങൾ മസ്റ്റ് ആയിട്ടും അതിന്റെ ആഡ് ചെയ്തതിനു ശേഷം എല്ലാവരും ഇത് സെർച്ച് ചെയ്ത് അതിന്റെ വോളിയോ ആ സൈഡിൽ വരുന്ന ആ വിൻഡോയിൽ അതിന്റെ SEO ഡിഫിക്കൽറ്റി കാണിക്കും. അത് നിങ്ങൾ എല്ലാവരും അത് നോക്കുക. ഓക്കെ, അത് മനസ്സിലാക്കി വെക്കണം. ഇപ്പൊ നമുക്ക് ഈ ഓരോ സെർച്ചിലും നമ്മുടെ ഡെയിലി ഉള്ള ഓരോ സെർച്ചിലും നമുക്ക് ഇത് അറിയാൻ പറ്റും. എത്ര മന്ത്ലി സെർച്ച് ഉണ്ട്, അതിന്റെ SEO ഡിഫിക്കൽറ്റി എത്രയാണ്, അതിന്റെ റിലേറ്റഡ് കീവേഡ് എന്താണ്. ഇതിപ്പോ നമ്മൾ ഓരോന്ന് ഗൂഗിളിൽ എന്ത് സെർച്ച് ചെയ്താലും നമുക്ക് ഈ സാധനം ഇതിന്റെ അത് കിട്ടും. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടൂളാണ്. അപ്പൊ ഇതുപോലെ ഒരുപാട് ടൂൾസ് ഉണ്ട്. നമ്മൾ കുറച്ച് ടൂൾസ് പഠിച്ച് ഇരിക്കണം. ഇപ്പൊ നമ്മൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സ്പെർട്ട് ആവുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ കുറെ ടൂൾസുകൾ പഠിച്ചിരിക്കുന്നത് അത്യാവശ്യമാണ്. അപ്പൊ ഈ ടൂള് നിങ്ങൾ എല്ലാവരും ഇന്ന് തന്നെ ആഡ് ചെയ്യണം. ആഡ് ചെയ്തിട്ട് ഇതൊന്ന് ചെക്ക് ചെയ്യണം. പിന്നെ നമ്മൾ ഇന്നത്തെ ക്ലാസ് പറഞ്ഞത് ലോങ് ടൈം കീവേഡ്സിൽ നമ്മൾ ഫോക്കസ് ചെയ്യാം. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് മെയിൻ ആയിട്ടും പറഞ്ഞൊരു കാര്യം, എങ്ങനെ ഈ നമ്മൾ സെർച്ച് ചെയ്ത് സെലക്ട് ചെയ്തിട്ട് കീവേഡ്സ് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതാണ്. ഫസ്റ്റ് ഒരു യൂസ് ആണ് നമ്മൾ ഇത് റാങ്ക് ചെയ്യാനുള്ള ഒരു ഫസ്റ്റ് യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കീവേഡ് നമ്മൾ ഈ ഫസ്റ്റ് യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കണ്ടന്റിലാണ്. ഇപ്പൊ നമ്മൾ ഈ ബ്ലോഗ് ആയാലും വെബ്സൈറ്റ് ആയാലും അതിന്റെ കണ്ടന്റിലാണ് നമ്മൾ ഈ കീവേഡ്സ് യൂസ് ചെയ്യുന്നത്. അപ്പൊ കീവേഡ്സ് എങ്ങനെ ഹെഡിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു, സബ് ഹെഡിങ്ങിൽ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഈ ഫസ്റ്റ് 100 വേർഡ്സിനുള്ളിൽ ഒരു 1 to 2 ടൈംസ് മാത്രമേ ഈ കീവേഡ് നമ്മൾ ഈ എടുത്തു വെച്ചേക്കുന്ന കീവേഡ് പ്രൈമറി സെക്കൻഡറി ആയിട്ടുള്ള കീവേഡ്സ് നമ്മൾ യൂസ് ചെയ്യാവുള്ളൂ. അതുപോലെ അവസാനത്തെ ഒരു 100 വേർഡ്സ് 1 to 2 ടൈംസ് ഇത് നമ്മൾ നാച്ചുറൽ ആയിട്ട് യൂസ് ചെയ്യണം. ഇത് നമ്മൾ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ റിലേറ്റഡ് കീവേഡ്സും നമ്മൾ എന്ത് ചെയ്യണം, ഇത് മാക്സിമം ഈ കണ്ടന്റിലോട്ട് ആഡ് ചെയ്യണം. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റാങ്ക് ചെയ്യാനായിട്ട് വളരെ ഈസി ആയിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇത് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.